we do not have a lot of trees. Baboons are not known to be living on trees. They live mostly on rugged places like what we see around. ഗൊറില്ല ഓറഞ്ച് തൊപ്പി മാസ്ക് ഒക്കെ ഇട്ട് അല്ല എന്നെ അതും കാണുന്നുണ്ടോ മിററിൽ? ഞാനും അതും. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വന്നിട്ടൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മളിന്ന് പോണത് ഒരു സ്ഥലത്തേക്കാണ്. കുറേ ആയി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതുവരെയായിട്ടും ഇവിടെ വന്നിട്ട് പോയിട്ടില്ല. നമ്മുടെ ദുബായ് സഫാരി പാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റൊക്കെ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ അത് ഇപ്പോൾ റമദാൻ ടൈമിംഗ് ആയതുകൊണ്ട് 10 to 5 ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോവാൻ വിചാരിച്ച് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 8:40 നമ്മളിവിടുന്ന് ഒരു 10 മണിക്കൊക്കെ ഇറങ്ങും. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളും സഫാരി പാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റെഡി ആയിട്ടൊന്നുമില്ല, കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നേ ഉള്ളൂ. ഇനി റെഡി ആവണം. ഓക്കെ, ഇവിടെ ഓരോരുത്തരും റെഡി ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കുളിക്കാനൊക്കെ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ അതേ നമ്മൾ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകണ വഴിക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ സമയം 10:20. അപ്പോൾ പോണ വഴിക്ക് അതേ നമ്മൾ സഫാരി പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി പോകണം ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഓൺലൈനിലാണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് 10 to 5 ടൈമിങ് അവരുടെ കേട്ടോ. ആദ്യം ഓടി വരുന്നു. അയ്യോ, പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് പോണ വയ്ക്കാം. നല്ല വെയിലാണ്. ദുബായ് സഫാരി പാർക്ക് ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പാർക്ക് കൂടിയാണ്. ഇവരുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ദുബായ് എമിറേറ്റ്സിലാണ്. ഇവരുടെ മെയിൻ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. ഇവിടെ നമുക്ക് 2500 അധികം ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എബൌട്ട് 250 സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ട് ദുബായിൽ എമിറേറ്റ്സിൽ അൽ വർക്ക 5 ഓൺ ഹത്ത റോഡിലാണ് ദുബായ് സഫാരി പാർക്കിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ സോഴ്സസ് ഓഫ് എനർജിയും സോളാർ എനർജി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചൂട് അനുഭവപ്പെടുകയില്ല. കാരണം ആനിമൽസിനൊക്കെ അഡ്ജസ്റ്റബിൾ ആവുന്ന തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് അവരവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാടിൻ്റേതായ ഒരു പച്ചപ്പും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പൺ സൂ കൂടിയാണ് നമ്മുടെ ദുബായ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ അധികം ക്രൗഡഡ് ഏരിയ അല്ല, നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്ഥലമാണ് ഇവരുടെ നമ്മുടെ ദുബായ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാക്കേജിങ്ങോട് കൂടിയ റേറ്റും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കുക, അതിൽ ടിക്കറ്റും റേറ്റും കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ എല്ലാവരും ദുബായ് സഫാരീസ് ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ദുബായ് സഫാരി പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ദുബായ് സഫാരി പാർക്കിലെ വിശേഷങ്ങൾ നമുക്ക് കാണണ്ടേ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിലേക്ക്, നമ്മൾ ദുബായ് സഫാരി പാർക്കിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു രാവിലെ സമയത്ത് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു 10:35 ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. അപ്പോൾ നമ്മളിതേ ഓൺ ദ വേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയൊക്കെയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് ഓൺ ദ വേ ആണ്, പോണ വഴിയാണ്. അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ ബാഗിൽ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും വെള്ളം നമ്മൾ ബാഗിൽ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പോണ വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ദുബായ് സഫാരിസോടെ ഏരിയയിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണില്ല റൈറ്റ് സൈഡിൽ കുറച്ച് ആ ഏരിയയാണ് നമ്മുടെ ദുബായ് സഫാരി പാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദുബായ് സഫാരി പാർക്കിൻ്റെ എൻട്രൻസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയാൽ കാണാം അവിടെ ദുബായ് സഫാരി പാർക്ക് ഒരു ലയൺസിൻ്റെ ഒരു എംബ്ലൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മളിനി ഇതിലേക്ക് ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് കേട്ടോ. ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ് കേട്ടോ. കാരണം ഒരു എന്താ പറയുക ഓപ്പൺ സൂ ആയതുകൊണ്ട് ആ ഒരു കാലാവസ്ഥ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു കാടിൻ്റെ ഒരു പ്രതീതി എന്നൊക്കെ പറയില്ലേ, പക്ഷെ നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് ഒത്തിരി കുറച്ച് നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം. അപ്പോൾ കുറച്ച് ദൂരം ഓടാനുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മളെ പച്ചപ്പൊക്കെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി സഫാരി പാർക്ക് നമ്മൾ പാർക്ക് ചെയ്യണമല്ലോ വണ്ടി. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഫ്ലവേഴ്സ് എല്ലാം വീണ്ടാണ്. അടിപൊളി. പാർക്കിങ്ങിലേക്ക് നമ്മൾ പോകണം. ആദ്യം ഫ്ലൈറ്റ് നോക്കി മേലേക്ക് കൂടെ വേണ്ട ഇവിടെ പാർക്കിംഗ് പോവാണ്. അപ്പത്തേ നമ്മള് സഫാരി പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ പോകണം. ഇവിടെ നിറയെ കൊന്നപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എത്ര രസമായിട്ടോ കൊന്ന പൂത്തിക്കുന്നത്. ഓക്കെ കൊന്നപ്പൂ കാണിച്ചു കണ്ടോ കൊന്ന പൂത്തിരിക്കുന്നത്. രസമല്ലേ അത്രയും ഭാഗത്തുണ്ട് കൊന്ന അതുവരെ. ബാ കണ്ടോ കൊന്നപ്പൂ പൂത്തിരിക്കുന്നത് കണ്ടോ. എല്ലായിടത്തും നന്നായിട്ട് കൊന്ന പൂത്തുണ്ട് കേട്ടോ. അത്രയും വരെ ആ മരം വരെ നമ്മൾ കൊന്നപ്പൂണ് കണ്ടോ. അത് കണ്ടോ എന്ത് രസം കാണാൻ. കണ്ടോ നന്നായിട്ട് ഇവിടെ കൊന്നപ്പൂ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസിലേക്ക് പോകണം. അതും ആദ്യമൊക്കെ അവർ തൊപ്പിട്ടുണ്ടാകുക. വെയിൽ നല്ല വെയിലുണ്ട്. നല്ല വെയിലാണ്. ഇപ്പോൾ സമയം 10:30 അല്ല 11:10 ആയിക്കണം. പക്ഷെ നല്ല വെയിൽ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ കടന്ന് കാണാൻ നല്ല സുഖം. ഇതായിരിക്കട്ടാ സഫാരി പാർക്ക്. ശരിക്കും ഈ സമയത്തൊക്കെ നമ്മൾ എവിടെ ഉണ്ടാവേണ്ടതായിരുന്നു? നാട്ടിലുണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് സഫാരി പാർക്ക് കാണാറായി. ഈ സമയത്തൊക്കെ നിങ്ങൾ നാട്ടിലുണ്ടാവണ്ടോ? നല്ല അത് മറ്റേ VIP പാർക്കിംഗ് എന്നല്ല പറഞ്ഞ ഏരിയ കാണിച്ചു തരുന്നു. അതാ എനിക്ക് സൂപ്പർ അവിടുന്ന് ബാലൻസ് വയ്ക്കും. അപ്പോൾ നമ്മുടെ സഫാരി പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മളിനി അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൊബൈൽ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബാർകോഡ് സ്കാൻ ചെയ്ത് നമ്മൾ മൊബൈൽ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. നമ്മൾ സഫാരി പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് പുറത്ത്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ നല്ല കാരണം ഫുൾ സോളാർ സിസ്റ്റമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാൻ വേണ്ടി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. അരളിപ്പൂവ്
അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മാപ്പും കാര്യങ്ങളും അവർ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കി നോക്കാം ഏതൊക്കെ ഏരിയ നമ്മുടെ പാക്കേജിങ് എങ്ങനെയൊക്കെ നമുക്ക് നോക്കണ്ടേ, ഏതൊക്കെ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്ക് പോവുകയാണ് നമ്മളുടെ പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഫ്രീക്കല്ലേ? പോണ വഴിക്ക് ഇങ്ങനെ കാണാം കേട്ടോ ഓരോരോ അനിമൽസിനൊക്കെ കാണുന്നുണ്ട്. കൊന്നോക്കിയൊക്കെ നന്നായിട്ട് നിൽക്കണ്, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കൊന്ന. ഉണ്ണിയുടെ തൊപ്പി വെച്ചോട്ടെ, നല്ല വെയിലുണ്ട്. അതാ അവിടെ അനിമൽസ് ഉണ്ട് കേട്ടോ. അത് ഫ്ലൈറ്റ് പോണത്, ഫ്ലൈറ്റ് പോണൊക്കെ മേലെ കൂടെ. നമ്മൾ ബസ്സിനാണ് പോണത് കേട്ടോ. കുറച്ച് നടക്കാണ്ട്. ആ സൈഡിലൊക്കെ മൃഗങ്ങളുണ്ട്, പക്ഷേ ചൂടായ കാരണം പുറത്തിറങ്ങുമെന്ന് അറിയില്ല. എങ്കിലും നമ്മൾ നടക്കണം. ഏട്ടൻ പിള്ളേരൊക്കെ ഫ്രണ്ട് പോകണം. ഓക്കെ, ആദി ഇങ്ങോട്ട് വരുമോ നോക്കാം. നമുക്ക് ബസ്സിൽ കയറാം കേട്ടോ. കുറേ നടക്കാൻ പറ്റില്ല. ആദ്യം ബസ്സിൽ കയറിയിട്ട് പിന്നെ കുറച്ച് നടത്തുക. ഓക്കെ, അവിടെ ഡാൻസ് ഉണ്ടോ? സൗണ്ട് കേൾക്കണല്ലേ? അപ്പോൾ നമ്മളിതേ ബസ്സിൻ്റെ അടിക്ക് കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ണിയായിട്ട് ഭയങ്കര ചൂടാ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യൂ കേട്ടോ. മൈക്കൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, മൃഗങ്ങളേനൊക്കെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പോവുകയാണ്. ഭയങ്കര വെയിലാട്ടോ, നല്ല വെയിലാണ്. നമ്മളെല്ലാവരും തൊപ്പിയിട്ടുണ്ട്. തൊപ്പി വിത്ത് മാസ്ക്. മാസ്ക് ഇല്ലെങ്കിൽ 3000 ദിർഹംസാണ് ഇവിടെ ഫൈൻ. ആദ്യം അങ്ങനെ നോക്കിയേ. എക്സ്പ്ലോറർ വില്ലേജ് കാണുന്നുണ്ടോ? അവിടെ എക്സ്പ്ലോറർ വില്ലേജിന് എഴുതിയത് മൃഗങ്ങളുടെയൊക്കെ സ്റ്റാച്യു വെച്ചത്. നമ്മുടെ ആന, മുതല, ജിറാഫില്ലേ, സീബ്ര, അതവിടെ ജിറാഫ്, കാണ്ടാമൃഗം എല്ലാം ഉണ്ട്. നമ്മളിതേ ബസ് കയറാൻ പോവാ കേട്ടോ. സാനിറ്റൈസ് ചെയ്യണം. കണ്ടോടെ ഫാൻ വെച്ചിട്ട് ഒരു സ്പ്രേ ചെയ്യണത്. നല്ല കൂളിങ്. വാവ്, നല്ല കൂളിങ്. അപ്പം നമ്മൾ ബസ് കയറാൻ പോകണം കേട്ടോ. കണ്ട അപ്പോൾ അപ്പം നമ്മൾ വണ്ടി കയറിക്കാണ് കേട്ടോ. First, we will get into the water to see the third biggest land mammals, the common hippopotamus. From their scientific name, hippopotamus amphibius, the word amphibious means they can live both in land and in water, like how they are doing here on the right side of the bus. One is into the water and the other one is already out. ശരിയാ, അതാ ഇപ്പൊ അടിയിലെടുക്കണോ വെള്ളത്തിലൊക്കെ. In fact, the hippos normally stay into the water for about 16 hours in one day. That is to protect their skin, because if they stay too long under the sunlight, they can also get sunburns and bruises, which also hurts them. With their big lungs, they can also hold their breath under the water for about 5 to 7 minutes. So, given those information, do the when the meals are about 1,800, they normally just walk or bounce under the water. Hippopotamus. To see them in full action, you can see also one of our hippos in the hippo aquarium. Birds കണ്ടോ? Coming here next to the ആദ്യം കണ്ടു. അതാണ് birds on the right side.
The one with the gray neck is the ground crane, the national bird of Uganda. And the other ones with the black neck, also with the crown on the head, are the black ground cranes, the national bird of Nigeria. The full white birds here on the left side, together with the crown cranes, are the African spoonbills. They got the name from the shape of their bills, which looks like a spoon. All of these birds are considered to be omnivores. They feed on both plants, fruits and vegetables, small insects and fishes, and sometimes naughty ones too. Coming up next are the small monkeys with the big red butts, or the baboons. We have two species of baboons here in Dubai Safari Park. We have the Chakma baboons in the African village. They are the because even the small and the young ones, they catch them and they sell them as pets. They also use the baboons for medicinal experiments, since the baboons share 90% same DNA with humans. That's why, like the humans, you will see the baboons, they are very social animals who normally lives with a group. And a group of baboons is what we call a troop of baboons. And if you might already have looked around, you might have also noticed we have a lot of monkeys in here, but we do not have a lot of trees. Baboons are not known to be living on trees. They live mostly on rugged places like what we see around us. Those type of monkeys which are largely found in Africa and Asia. They do not use their tail to hold on anything. Unlike the new world monkeys, uses their tail as if they have a bill. I think they have some sweet potatoes for their lunch today. If you see the big guy, that big baboon in front of the gate, the one with the long white hair, he is the alpha male or the dominant male of this troop. 15 to 16 kilometers per hour. Known also to lay the biggest eggs, an ostrich egg can be equivalent to 24 chicken eggs, which if you try to cook and boil, may take us about 2 hours to get it cooked. That's how big their eggs are. Now we will see two ostriches on the right side. You will see a brown one and a black one. You guys can help me identify which ones are the males and the females? Black is the female. Black is the female? No, the Male. The black is the male? I don't know. And the brown one is the female? Who says the black ones are the males? Black is the male. Black one is male? Female. Female? Yeah. The black one is the male. And the brown one is the female. In the birds, you can identify their genders with their physical appearance. The male birds are always more colorful and more good looking than the females. Especially if you look at the peacock, the male peacocks are the ones who are more colorful. But I think that these antelopes with some white stripes on their bodies. This one looking at the mask now. This is the second biggest antelope. This is the greater kudu. Known to be a good jumper who can jump about 2 meters high. And they are also known to be the most handsome antelope. Together with them, on the left side, the black and white striped animal is the zebra. From the continent of Africa, zebra is known as the national animal of the country of Botswana. And here, on the right side of the bus, these are the biggest antelopes, the elands. Being the biggest, the elands are also known to be the slowest. But please, don't try to make them run and chase you. With our horned oryx, once widespread in the northern parts of Africa, but are now listed to be extinct in the wild because of human activities like the giraffe, together with the greater kudus. Being
Among the tallest, the giraffes may grow about 6 meters in height for the males. Females grow about 4 to 5 meters. Arabian Oryx na puti la. Not because of the big horns of the males, all male lions. A group like this is called the coalition of lions. Normally, they are brothers or siblings. The other group of the lions is called the pride, wherein you have more of the lions or the females together with the cubs. And speaking of their natural behavior, this is actually one of their natural behavior of sleeping. Lions, despite of being known as the kings, they are also known to be one of the laziest animal. Do they look like they're lazy now? So lazy. You know how lazy are? Not the jaguar, but it looks like the leopards. As of now, we still do not have the leopards here in the park. But to complete the list, we will have the 4th and the 5th members into this next exhibit. 4th member, coming towards the left side of the bus. That is the second biggest land mammal. Great buffaloes are known to be one of the most aggressive and dangerous animals out in Africa. How aggressive are they? Africans even given them the name the Black Death. Like the camels, they also have very sharp. The ostriches at about 50 to 60 kilometers per hour. But despite the horns, like the elephant's tusks, they are also very expensive with the trade as it is made out of ivory. But to keep them cooler, I think a little later they will be wallowing in their... So what to see next is the Watusi. These beautiful cattle are largely from Rwanda and Uganda in Africa. The word Watusi means together, and they got the name from the Tutsi tribe of Rwanda. Note because of their big long horns which may grow about 2 meters long from tip to tip. Might look big and heavy, but those horns are quite light as those are hollow or it's empty. Coming next to them, those white birds. On the left side of the bus are the white. The other bird, together with this one spreading its wing a bit in front, is the marabou stork. The marabou stork is unfortunately known to be the ugliest bird. It is a scavenger and a very close friend of the vultures too. But because of its full black wings, standing and looking at him from the back view while he's closing it, we also call him the Undertaker. Because of the full black wings, which looks like Undertaker's black cape. Now we're going. I know it's quite hot today, but I hope nobody wants to swim. I'll also not swim onto these waters that came from the long stretch of the Nile River in Africa, which came with the second biggest crocodiles. In here are the Nile crocodiles. One is here on the corner of the pond on the left side. They grow about 6 meters in full size. One just came out here on the right side under the platform. I think the one on the left side is now swimming. They're coming second in terms of size. They normally live about 40 to 60 years in the wild. But the oldest recorded age of a crocodile was 180 years old. Recorded last 2018 for that crocodile found in South Africa. Next animals will be going towards the left side of the bus. You will see the small light brown antelopes known as the Indian antelopes or the black bucks. Which I heard mostly famous because of Salman Khan. This is the animal who put him behind the bars, right? Yeah. We're shooting one of them. Like the impalas, they can run a top speed of about 80 kilometers per hour. And you will see normally the tail of the of the black bucks are same with the impalas who are normally going downwards. They only raise those tail when they feel threat or danger.
to alarm the other ones on the herd. കണ്ടുവോ? Together with them, here on the left side also, introduce them back into the protected wilds. But before we see the Almaha, the first ones to welcome us towards the left side of the bus, these are the original and the inspiration of the കണ്ടോ? cardinal ആദ്യം ആദ്യം പിടിക്കും. ആദ്യം the axis deer or the spotted deer. കണ്ടോ? I think in some parts of India they also call this one as the cheetah. Like Bambi in cartoons, they are also known to be a very social animal who normally lives with a herd of about 6 to 13 members. They are also playful who can run about 65 kilometers per hour. Together with them on the left side of the bus, the bigger deers are the sambar deers. കണ്ടോ ആദ്യം? Along with them, light brown in color or almost white with twisted horns, those are the adults, a very adaptive animal to the desert living. And together with them, the big antelope with the big horns is the national animal of Zimbabwe, the sable antelope. There's one more sable antelope here on the right side of the bus. But here on the left side, those two that I would say playing with their horns, those are the male black box. The males, as they grow old, they turn darker into almost black in color, standing out for their name being the black box. Unlike the females that we saw earlier before we entered this exhibit, only the males grow those long spiral horns. On both left and right sides are again the adults. As we move forward, you will see the next animals on the right side of the bus. These white animals with black patches on their faces, with black legs and 2 straight horns, is the Almaha. This is the Arabian Oryx, the national animal of the UAE, which is also shared by Oman and Qatar as their national animals too. That's why if you are familiar with the logo of Qatar Airways, it is the head of this animal, the Almaha. This Asian antelopes, still from India in the subcontinent, the Nilgai. The Nilgais got the name from 2 Hindi words, as those words are symmetrical or parallel with each other. You can see these 2 similar horned oryx. And that is something also to watch out for in the Arabian Desert Safari. We have more of them in there. And since I brought up the unicorns into the discussion, they are just definitionally deep into the waters just to cool themselves down when they are feeling hot. I think most of the tigers are on that side. We'll get closer to them as we cross this tunnel. But the first one is here, on the right side. ടൈഗർ കണ്ടോ ആദ്യം? Tigers are also known because of their beautiful colors and stripes. But unfortunately, because of those beautiful things, now they are also listed to be endangered. They are being hunted to get their skin together with their fur, which they also sell and use to create bags, accessories, home decorations, carpets, and even coats too. That's why unfortunately most of the tigers did not even reach their average. ശരിക്കും നോക്കട്ടാ. Here, റൈറ്റ് സൈഡ്. on the right side. Anybody wants to take a selfie? Only beside the glass, not outside. You'll see the stripes and the patterns that the tigers have on their bodies. And the oldest recorded age in captivity in Gudu, India was recorded at 26 years. നോക്കണില്ല അവിടെ ഉറങ്ങാണ്. But being the second biggest cats, you might find some of our tigers looking a bit small. These tigers are still young. A few more of them here on the right side before we exit. I'm not sure
if you were able to see, but behind the ears of the tigers, there are white spots. Yeah. Those white spots are called the false eyes of the tigers. Especially during the nighttime, those spots look like their eyes. They use that one also to protect them. These ones. No, these ones are different. These are not the hyenas. These are called the wild dogs or the cave hunting dogs of Africa. They are mostly famous because they are the most efficient and successful hunters in Africa. They have a success rate of about 80% or 4 out of 5 of They normally live about 11 years in the wild, but in captivity, they can also reach ages of about 20 to 22 years. But the Sarus crane, as the tallest flying bird, the Sarus cranes may grow about 1.8 meters or about 6 feet. Its partner, they spend the rest of their lives together. Back into the Asian mix on the left side of the bus are the safari deers. These are the female and the young ones. Unlike the males, the females do not grow the antlers or those branch-looking things that the deers have on their heads. On the right side of the bus again are the female and the young black bucks. Coming along with them on the right side of the bus are the female and the young axis deers or the cheetah. Here on the left side of the bus, these are the female and unlike the males earlier in the bachelor group or a bit bluish or grayish in color, females are predominantly light brown without the horns. In the Philippines, together with yours truly, that is our Narus. Carabaos are known to be a gentle giant as they are domesticated. They work well with our farmers in their farming activities that helps them produce rice and other agricultural products. Last look of the nilgays here on the right side and a sambar deer on the left side. Brown, white. You guys had lunch? No. Not yet? Sorry, I'm not giving for free. I'm just asking so I can know that you guys still have the energy to go. Because we have to chase on them. They can also accelerate from 0 to 100 kilometers per hour. Cheetah! They can accelerate from 0 to 100 kilometers per hour in just 3 seconds. And only on the cheetah's face you will see those 2 dark lines underneath their eyes or the pure line mark, which helps them reflect the sun's glare. You can see more of them in our African village too. But now, looking at the cheetahs on their size and their appearance, is it a big cat? No, they are not. We only have 4 big cats on the list. You can help me name the 4 big cats? 4. They only purr like the normal cats do. And that is the main criteria. Be the end of our journey. I hope you guys had enjoyed it. I hope I had shared some new information about them too. Yes. Please also feel free to post your reviews in our official social media pages like TripAdvisor, Facebook, and Instagram. Once again, my name is Ace and our captain here, Ibrahim. We thank you for joining us in this journey. A few reminders of the other offerings that we have in here in the park. Now it's 12:16. In another 14 minutes. അപ്പോൾ നമ്മളിത് ബസ്സിലൊക്കെ പോയി വന്ന് ഇറങ്ങി ഇനി നടക്കാൻ പോവാണ് കേട്ടോ. ആദ്യം കുറേ അനിമൽസിനെ കണ്ടോ? എന്തൊക്കെ ഇവിടെ കുറേ അനിമൽസിനെ കണ്ടില്ലേ? ആഫ്രിക്കൻ എലിഫന്റ്. ആഫ്രിക്കൻ എലിഫന്റ് സ്റ്റാച്ചു ആണ് കേട്ടോ. കാണിച്ചിരാ കാണുന്നുണ്ടോ? ആഫ്രിക്കൻ എലിഫന്റ് സ്റ്റാച്ചു. അപ്പോൾ നമ്മുടെ സഫാരി പാർക്കിൻ്റെ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ
ഒത്തിരി ഉണ്ട് പറഞ്ഞാൽ ഒരു മണിക്കൂറിനൊക്കെ മേതെ പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പാർട്ടായിട്ടിടാം. അപ്പോൾ എന്തായാലും ഇതൊരു 36 മിനിറ്റ്സോളം ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ട് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അധികം വൈകില്ല. നാളെ തന്നെ ഞാൻ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി സെക്കൻഡ് പാർട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ടൈം കൂടുമെന്ന് അറിയില്ല, പക്ഷേ ടൈം കൂടുകയാണെങ്കിലും അത് ഒരൊറ്റ പാർട്ടായിട്ട് തന്നെ ഇടും കേട്ടോ. കാരണം ഇനി ഞാൻ പാർട്ടാക്കില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇന്നിടും, നാളെ സെക്കൻഡ് പാർട്ട് ഇടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി സ്ഥലമാണ് സഫാരി പാർക്ക്. നിങ്ങൾ ഈ പെരുന്നാൾ ലീവിനൊക്കെ ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ലീവ് കിട്ടില്ല എന്തായാലും. അപ്പോൾ എന്തായാലും സഫാരി പാർക്കിലൊക്കെ പോകുമോ, അടിച്ച് പൊളിക്കും. പിന്നെന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് ചൂടാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഇതായിരിക്കും. എങ്കിലും ശരി, നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ സഫാരി പാർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനാണ് ഇപ്പോൾ അവൈലബിൾ. ഇപ്പോൾ കൊറോണ സിറ്റുവേഷനൊക്കെ ആയി കാരണം ഓൺലൈനാണ്. അവരുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഓരോന്നിനും പാക്കേജ് ആയിട്ടാണ്, റേറ്റ് കൂടിയതും കുറവുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് അനിമൽസ് ഉണ്ട്, ഒത്തിരി അനിമൽസ് നമുക്ക് അവിടെ കാണാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാമല്ലോ, അതുകൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കും കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയി വരികയും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.